അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാന്യ പ്രേക്ഷകർക്ക് സമർ മീഡിയ പ്രൊഡക്ഷൻസിന്റെ റയ്യാൻ റമദാനിലേക്ക് സ്വാഗതം. റമദാൻ ചിന്തകൾ എന്ന ഗ്രന്ഥത്തിൽ മാനവാക്യത്തിന്റെ വാങ്കൊലികൾ എന്ന 17-ാം അധ്യായത്തിൽ നമുക്കിങ്ങനെ വായിക്കാം. ഭൂമിയിലെ മന്ദിരങ്ങളാണ് ആരാധനാലയങ്ങൾ. ഒത്തിടവിട്ട് ഉയർന്നു നിൽക്കുന്ന ചർച്ചുകളും ക്ഷേത്രങ്ങളും പള്ളികളും പർണശാലകളും അമ്പലങ്ങളും മഠങ്ങളും ഗുരുദ്വാരകളും സിനഗോഗുകളും മറ്റ് പ്രാർത്ഥനാ മന്ദിരങ്ങളും ദൈവകീർത്തനങ്ങൾ പാടുന്ന സമാധാനത്തിന്റെ ദേവാലയങ്ങളാണ്. പള്ളികൾ ജനസാന്ദ്രമാകുന്ന റമദാനിന്റെ രാത്രികളെക്കുറിച്ച് പ്രത്യേകിച്ചെന്തെങ്കിലും? നമുക്കറിയാം, ഭൂമിയിലെ എല്ലാ ദേവാലയങ്ങളും ശാന്തിയും സമാധാനവും മാനവിക ഐക്യവും പ്രഘോഷിക്കുന്ന, വിളംബരം ചെയ്യുന്ന കേന്ദ്രങ്ങളാണ്. പള്ളികളെക്കുറിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അത് ദൈവിക ഭവനങ്ങളാണ് എന്നാണ്. യഥാർത്ഥത്തിൽ എല്ലാ പള്ളികളും എല്ലാ ദേവാലയങ്ങളും മനുഷ്യർക്ക് ഏറ്റവും വലിയ ഒരു ആശ്വാസമായിട്ട് മാറുന്നുണ്ട്. അപ്പം അള്ളാഹുവിൻ്റെ ഭവനങ്ങളുമായിട്ട് വിശ്വാസികൾ കൂടുതൽ അടുക്കണമെന്നത് റമദാനിൻ്റെ ഒരു നേട്ടമാണ്. പള്ളികൾ ഉദ്ഘോഷിക്കുന്നത്, ഉച്ചൈത്തരം പ്രഖ്യാപിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു മാനവിക ഐക്യത്തെക്കുറിച്ചാണ്. ആകാശത്തിലേക്ക് കൂർത്തുമൂർത്തു പോകുന്ന പള്ളിയുടെ മിനാരങ്ങൾ വിശ്വാസികളുടെ അർത്ഥനകളും പ്രാർത്ഥനകളും സമർപ്പണങ്ങളും ഏറ്റുവാങ്ങി ദൈവത്തിലേക്ക് എത്തിക്കുന്ന ഒരു പ്രത്യേക ഉപകരണമാണോ എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിപ്പോയിട്ടുണ്ട്. ചില പരാമർശങ്ങൾ കൃതിയിൽ അങ്ങനെയുള്ളത് ഉണ്ട്. അപ്പോൾ ദൈവിക ഭവനങ്ങൾ മനുഷ്യരെ ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ഡ്യൂട്ടി പോലെയാണ്. ഹൃദയം എല്ലാ അശുദ്ധ രക്തങ്ങളെയും വലിച്ചെടുത്ത് അതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ശുദ്ധീകരിച്ച് ശരീരത്തിലേക്ക് തിരിച്ചയക്കുന്നത് പോലെ പള്ളികൾ പാപികളായ മനുഷ്യരെ വലിച്ചെടുത്ത് ശുദ്ധീകരിച്ച് സമൂഹത്തിലേക്ക് തിരിച്ചുവിടുന്നു. അപ്പോൾ നമുക്കറിയാം, നമസ്കരിക്കാൻ പോകുന്നവൻ്റെ വസ്ത്രം, ശരീരം, സ്ഥലം ശുദ്ധമായിരിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ശരീരത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും ശുദ്ധി മാത്രമല്ല, മനസ്സിൻ്റെ ശുദ്ധി ഇതിൽ വളരെ പ്രധാനമെന്നത് ഇസ്ലാമിൻ്റെ ഒരു താല്പര്യമാണ്. അപ്പോൾ പള്ളികൾ മനുഷ്യന്മാർക്ക് ആ നിലക്കുള്ള ഏറ്റവും വലിയ ഒരു കേന്ദ്രമായി മാറുമ്പോൾ റമദാനിൽ നമ്മൾ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് പകലിലും അതോടൊപ്പം സവിശേഷമായി രാത്രികളിലും പള്ളികൾ വളരെയധികം സജീവമാകുന്നുണ്ട്. ഉദാഹരണമായി എല്ലാ നമസ്കാരങ്ങളും സംഘടിതമായി നിർവഹിക്കപ്പെടുന്നു. റമദാനിലെ പ്രത്യേകമായ തറാവീഹുണ്ട്, ഖിയാമുൽ ലൈലുണ്ട്, വിത്തറുണ്ട്, തഹജ്ജുദ് നമസ്കാരങ്ങളുണ്ട്, സംഘം ചേർന്നുള്ള പ്രാർത്ഥനകളുണ്ട്. അപ്പോൾ ഇതൊക്കെ റമദാനിൽ പള്ളികളെ സാന്ദ്രമാക്കുന്ന, ജനസാന്ദ്രമാക്കുന്ന പ്രത്യേകമായ ആരാധനകളാണ്. ഇവിടെ ഒരു മാനവികമായ ഐക്യവും മാനുഷികമായ ചിന്തയും ഒരു കെട്ടുറപ്പും ഒരു സാഹോദര്യവും ഒരു ഐക്യബോധവും പള്ളി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ റമദാനിൽ നമ്മൾ മനസ്സ് വയ്ക്കുകയാണെങ്കിൽ മനുഷ്യർക്ക് അത് വിശുദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒരു സംഗമ സ്ഥലി കൂടിയായിട്ട് നമുക്ക് പള്ളിയെ കാണാൻ പറ്റും. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ പള്ളി ആരാധനാലയം മാത്രമല്ല, അത് മനുഷ്യൻ്റെ കണ്ണീരൊപ്പുന്ന, ശരണരെ പാർപ്പിക്കുന്ന, മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന, കാര്യങ്ങൾ കൂടിയാലോചിക്കുന്ന, സംഘം ചേർന്നുകൊണ്ട് നന്മകൾ നടപ്പാക്കുന്ന ഒരു കേന്ദ്രമാണ്. ഇന്ന് നമുക്ക് നമ്മുടെ പള്ളികളെയും അങ്ങനെ കാണാൻ സാധിക്കും. ഒരുപാട് നന്മകളാണ് പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരുണ്യത്തിൻ്റെ ഉറവകളായി, കേന്ദ്രങ്ങളായി മിനാരങ്ങൾ മാറുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ എല്ലാ മനുഷ്യർക്കും ആശ്രയിക്കാവുന്ന ഒരു ദൈവിക ഭവനമായിട്ട് പള്ളികൾ മാറണമെന്നതുകൊണ്ടാണ് നമ്മൾ മാനവികമായ ഐക്യത്തിൻ്റെ ബാങ്കുലികൾ എന്ന ഒരു ടൈറ്റിൽ അതിന് കൊടുത്തിരിക്കുന്നത്. നിർഭാഗ്യവശാൽ പരിശുദ്ധ റമദാൻ കഴിയുന്നതോടുകൂടി പള്ളികളും കാലിയാവുന്ന ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്?
മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ പ്രകൃതി നന്മയിലേക്കും തിന്മയിലേക്കും നല്ലതിലേക്കും ചീത്തയിലേക്കും പോകാനുള്ള ഒരു പ്രകൃതിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ആത്മീയമായൊരു വസന്തത്തിൻ്റെ മാസം വരുമ്പോൾ ആകർഷിക്കപ്പെടുകയും അതിനുശേഷം മനുഷ്യൻ മറ്റു ഭൗതികതയിലേക്ക് കൂടുതൽ എടുത്തു ചാടുകയും ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പൊതുവായ സ്വഭാവത്തിൽ. എന്നാൽ വിശ്വാസികൾ ഇതിൻ്റെ മാധുര്യം തിരിച്ചറിയുമ്പോൾ അതിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുന്നു. റമദാനിന് ശേഷവും ആ ബന്ധം തുടരുന്നു എന്നതാണ് നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ. നമ്മൾ ആഗ്രഹിച്ചു പോവുകയാണ് റമദാനിൻ്റെ ശേഷവും നമ്മുടെ പള്ളികളും ദൈവഭവനങ്ങളും മന്ദിരങ്ങളുമൊക്കെ രാവും പകലും ഇതുപോലെ നിറഞ്ഞു കവിഞ്ഞിരുന്നെങ്കിലും. പക്ഷേ ദൗർഭാഗ്യകരമെന്നോണം റമദാനിന് ശേഷം പള്ളികൾ ശൂന്യമാകുന്ന ഒരു ദാരുണമായ അവസ്ഥയുണ്ട്. തീർച്ചയായിട്ടും റമദാനിൻ്റെ ഈ പവിത്രമായ ദിനങ്ങൾ ജീവിതത്തിൻ്റെ ഒരു മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. വെൽക്കം ബാക്ക് റയ്യാൻ റമദാൻ. റയ്യാൻ റമദാനിൽ നിന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് നടനും തിയേറ്റർ ആക്ടിവിസ്റ്റുമായ മാവൂർ വിജയനാണ്. മാവൂർ വിജയനെ റയ്യാൻ റമദാനിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. നാടകം ജീവിതത്തിന്റെ ഭാഗമായി തീരുന്നത് എന്നാണ്? സത്യത്തിൽ നാടകവും ജീവിതവും രണ്ടാണ്. സംഭാഷണത്തിൽ എഴുതപ്പെട്ടതും വാക്കുകളും ചേഷ്ടകളും കൊണ്ട് പ്രേക്ഷകനിലേക്ക് വിന്യസിക്കപ്പെടുന്നതുമായ ജീവിത സംഘട്ടനങ്ങളുടെ കഥയാണ് നാടകം. അപ്പോൾ ആ ജീവിത സംഘട്ടനങ്ങളുടെ കഥ അവതരിപ്പിക്കുമ്പോഴാണ്, ജീവിത യാഥാർത്ഥ്യങ്ങളാണല്ലോ നമ്മൾ നാടകമായിട്ട് അവതരിപ്പിക്കുന്നത്. ശരിക്കും കല അനുകരണമാണ്, നാടകം അനുകരണമാണ്. ഇറ്റ്സ് നോട്ട് റിയൽ ലൈഫ്. യഥാർത്ഥ ജീവിതമല്ല. യഥാർത്ഥ ജീവിതത്തിൻ്റെ ഏടുകൾ, പരാമർശങ്ങൾ, ജീവിത അനുഭവങ്ങൾ, ക്രൂഷ്യലായിട്ടുള്ള അനുഭവങ്ങൾ ഒക്കെ നാം ചിത്രീകരിക്കുന്നത്. അപ്പോൾ നാടകവും ജീവിതവും ശരിക്കും രണ്ടും രണ്ടാണ്. നാടകം എന്നത് ജീവിത സംഘടനകൾ നമ്മൾ കഥാപാത്രങ്ങളിലൂടെ അവതരിപ്പിക്കുന്നു. ഒരു 10-47 വർഷത്തെ നാടക പരിചയം കൊണ്ട് എനിക്ക് തോന്നിയെന്താ പറഞ്ഞാൽ, ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സത്യങ്ങൾ പറയാൻ പറ്റിയ, വിളിച്ചു പറയാൻ പറ്റിയ ഒരു മാധ്യമമാണ് ദൃശ്യമാധ്യമങ്ങളിൽ ഏറ്റവും ശക്തമായ നാടകം. ഏറ്റവും ശക്തമായ നാടകം. ഇപ്പോൾ ജനാധിപത്യത്തിൻ്റെ എല്ലാ മൂല്യങ്ങളും ഒരു കൂട്ടായ്മയാണ്. മറ്റേതിപ്പോൾ പാട്ട്, കഥാപ്രസംഗം, ഏകാഭിനയം ഒക്കെ തന്നെ വൺ മാൻ ഷോ ആണ്. ഇത് ശരിക്കും സിനിമ പോലെ തന്നെ നാടകം ഒരു കൂട്ടായ്മയുടെ കഥയാണ്. സിനിമയിൽ നിന്നും വ്യത്യാസമുണ്ട്. സിനിമ ഒരു 90% ടെക്നിക്കലാണ്. ഇത് ചോരയും നീരുള്ള മനുഷ്യന്മാര് എനിക്ക് വിശക്കുന്നേന്ന് ഇങ്ങനെ പറയും. അപ്പൊ റിയൽ ലൈഫ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ അല്ലേന്ന് ചോദിച്ചാൽ ആണ്. ഈ രൂപത്തിലാണ് നാടകം. സാധാരണ ഞങ്ങൾ ഈ കുട്ടികളോട് പഠിപ്പിക്കുമ്പോൾ നാടകത്തെ പറ്റി ഒരു പാട്ട് പാടിക്കൊടുക്കാറുണ്ട്. ഈ പെരുത്ത ഭൂമിന്റെ ഉള്ളിൻ്റെ ഉള്ളില് അറിയുന്നതായിരിക്കും. ഒരു ചെറിയ ഭൂമിയിലെ, ആ ചെറിയ ഭൂമിയിലെ ഇത്തിരി പോന്ന മനുഷ്യന്മാർ വാക്കു പറഞ്ഞ് വേഷം കെട്ടി നടിച്ചു കാട്ടുന്നു, വേഷം നടിച്ചു കാട്ടുന്നു. ആ ഭൂമിന്റെ പേരാണ് നാടകം. ഇങ്ങനെ ത്രസിക്കുന്ന ഞാൻ വളരെ ചെറുപ്പം മുതൽ അതിനോട് ഒരു ആഡിയും കൂടിയും പറയൂ. ആ ഭൂമിന്റെ പേരാണ് ജീവിതം. കണക്റ്റഡ് നാടകവും ജീവിതം. ഞാൻ ഈ സജീവമായ നാടക പ്രവർത്തനത്തിലേക്ക് എന്ന് മുതലാണ് അതിനൊരു ഘട്ടം, ലൈഫിലൊരു ഘട്ടം തുടങ്ങുന്നത്? സത്യത്തിൽ ഞാൻ 2ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ, എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ കോണ കൊടുത്ത് നടക്കുമ്പോൾ തന്നെ അങ്ങനെ ചിലർ പറയും, ഇന്നിപ്പോ പലർക്കും അറിയില്ല കോണകം എന്താണ്, നിക്കറേ അറിയുള്ളൂ ചോദിക്കുമ്പോഴൊക്കെ. ഞാൻ ഈ വിദ്യാരംഗം അതിനൊക്കെ ചോദിക്കും, കുട്ടികളോട് ചോദിക്കും. അപ്പൊ അവർക്ക് നിക്കറൊക്കെ ഉള്ളൂ, കോണകം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അറിയില്ല. ശരിക്കും കോണ കൊടുത്ത് നടക്കുന്ന കാലത്ത് എന്റെ മനസ്സിൽ നാടക പ്രവർത്തനം ഉണ്ടായിരുന്നു. ഈ സിനിമേന്റെ നോട്ടീസ് കൊടുക്കുന്ന ആള് ഇങ്ങനെ ചെണ്ടമുട്ടി നടക്കുമ്പോൾ, ഒരു വ്യവസായ കേന്ദ്രമാണല്ലോ മാവൂർ അന്ന് ഞാൻ ഒരു ആൽത്രൈന്റെ മുമ്പിൽ കോണ കൊടുത്തിട്ട് ഇങ്ങനെ ചെണ്ട അടിക്കുമ്പോൾ 1000-കണക്കിന് ആൾ ചുറ്റും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അഭിനയിക്കുകയാണല്ലോ, ഞാനിത് പൊട്ടുകയാണല്ലോ. അതെ എന്റെ മനസ്സിൽ അന്നേ നാടകത്തിന്റെ ചെറിയ വിത്ത് പാകിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കൂളിലുണ്ടായിരുന്നു. ഞാൻ 1977 കോഴിക്കോട് സർവകലാശാലയുടെ ഏകാഭിനയ പ്രതിഭയാണ്. അന്ന് ഈ മിമിക്രി ഒന്നും അങ്ങനെ വന്നിട്ടില്ല. പിന്നെ 2 വർഷം കാലത്ത് ക്യാമ്പസ് കാലത്ത് നാടകവും ക്യാമ്പസിന്റെ ഒരു കാലത്ത് എങ്ങനെയാണ് ഓർക്കുന്നത്?
വളരെ ശക്തിയായിട്ട് പിന്നെ നാടകം ഒരു 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 ഭയങ്കര ശക്തിയായിട്ട് കൊണ്ടുവരുന്ന ഒരു ഒരു അവസരമായിരുന്നു. കേരളത്തിന്റെ ഒരു ചരിത്രം അങ്ങനെയും കൂടിയാണ്. ആണ് ശരിക്കും 70കളിൽ 60കളിലൊക്കെയാണ് നാടകത്തിന്റെ സുവർണ്ണ കാലഘട്ടം, ഗോൾഡൻ ഏജ്. ശരിക്കും നവോത്ഥാന കാലമാണ് അതിന് ഉണ്ടാക്കിയത്, നവോത്ഥാന കാലമാണ് ഉണ്ടാക്കിയെങ്കിലും 60-70 കാലഘട്ടമാണ് നാടകത്തിന്റെ സുവർണ്ണ കാലഘട്ടം. അന്നാണ് പിന്നെ നമ്മളെപ്പോലത്തെ ആൾക്കാരിൽ മനസ്സിൽ നാടകത്തിന്റെ ഇങ്ങനെ പിന്നെ വിത്തിട്ടതും പിന്നെ ചെറിയ കനലുണ്ടായതും പൊങ്ങി വന്നതും ഒക്കെ തന്നെ. ഏകാഭിനയ പ്രതിഭയായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആ ഒരു കാലഘട്ടം താങ്കൾ തിരഞ്ഞെടുത്ത ആ ഒരു കാലഘട്ടം, അതിനുശേഷം ജീവിതത്തിലെ നാടകം. ഏകാഭിനയ പ്രതിഭ എന്ന് പറഞ്ഞാൽ അന്ന് വലുതായിരുന്നു. അന്ന് ഇന്ദിരാഗാന്ധി ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഫിഗർ എവിടുത്തെ ഇന്ത്യയിലത്തെ 76-77. അന്ന് പിന്നെ പിന്നെ ഇന്ദിരാഗാന്ധി പ്ലെയിനിൽ ഇങ്ങനെ ഇറങ്ങുന്നതും അവരുടെ സംസാരം ഏകദേശം എന്താണ് ഇന്ദിരാഗാന്ധിയുടെ സംസാരമാണ്. അവരുടെ അനുകരണമാണ്. പിന്നെ ഇന്ദിരാഗാന്ധി ശരിക്കും കേട്ടാറിയാം. ഇന്നിപ്പോ അത്ര പിന്നെ പ്രചാരമല്ല ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗം, അന്ന് വളരെ പ്രചാരമായിരുന്നു. അപ്പൊ അതും അവർ പ്ലെയിനിൽ വന്ന് ഇറങ്ങുന്നതും അവരുടെ സംസാരമായിരുന്നു അതിൽ ആ സമ്മാനം നേരിടുന്നത്. അതിനുശേഷം നാടകം എന്ന മാധ്യമം എൻ്റെ മനസ്സിൽ വളരെ ശക്തി വന്നിട്ട് ആക്റ്റീവായത് എപ്പോഴാണ്, സജീവമായത് എപ്പോഴാണ് പറഞ്ഞാൽ 1981. 81 കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആദ്യമായിട്ട് അഖിലേന്ത്യാ തലത്തിലൊരു ജാഥ നടത്തി. ഇപ്പൊ മുല്ലനേഴി, കവി മുല്ലനേഴി, കരിവെള്ളൂർ മുരളി, MS മോഹനൻ, അങ്ങനെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ കൂടെ ഒരു 1.5 മാസത്തോളം യാത്ര പിന്നെ ചെയ്യാൻ കഴിയും. ഇന്ത്യയിൽ ഉടനീളം യാത്ര ചെയ്യാൻ കഴിയും. ആ കലാജാഥ അത് എന്ന് പറഞ്ഞാൽ ഇന്ന് സ്ക്രിപ്റ്റ് ക്ഷണിച്ച് റിഹേഴ്സൽ ചെയ്തിട്ടൊന്നും അല്ല. ഒരു 10-25 തിയേറ്റർ ആൾക്കാർ, നാടകത്തിന്റെ പ്രതിഭകളായ ആൾക്കാർ ഒരു സ്ഥലത്ത് കൂടിയിട്ട് അവിടുന്ന് ഉണ്ടാവുകയാണ് നാടകം ഉണ്ടാവുകയാണ്. എഴുതി കൊടുത്തിട്ട് ഇതൊന്നല്ല, ഉണ്ടാവുകയാണ് നാടകം ഉണ്ടാവുക. അവിടെ സിനിമയും നാടകത്തെയും കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയുന്നത് ഒന്ന് ഉണ്ടാവുന്നതും ഒന്ന് ഉണ്ടാക്കുന്നതാണ് അല്ലെ. സാധാരണ കുട്ടികളോട് വളരെ രസത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് പച്ചമീനും പിന്നെ ഉണക്കമീനും തമ്മിലുള്ള വ്യത്യാസം. ശരിക്ക് ഫ്രഷ് ജീവനുള്ള സാധനമാണ് നാടകം എന്നർത്ഥം പറഞ്ഞത്. മറ്റത് പച്ചമീനും ഉണക്കമീനും മാത്രം പറയാം. അങ്ങനെ സാധാരണ അവർക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുക. ഈ എഴുത്തിലേക്ക് വരുന്നത്, സ്ക്രിപ്റ്റിലേക്ക് വരുന്ന പറഞ്ഞാല് ഈ നാടകത്തിന്റെ മർമ്മം പിന്നെ കൃത്യമായി പ്രചാരണവശാണ്. അപ്പൊ എന്റെ മനസ്സിൽ വന്നത് പ്രചാരണ നാടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ പിന്നെ ഉള്ള കുറെ പ്രശ്നങ്ങൾ പിന്നെ നാടകീയമായി അവതരിപ്പിക്കുക. അപ്പൊ നാടകം ഇപ്പൊ സ്കൂൾ ഓഫ് ഡ്രാമയിലെ ആൾക്കാരൊക്കെ കൃത്യമായി ശ്രദ്ധിക്കുക, നാടകത്തിന്റെ ക്രാഫ്റ്റ്, നാടകത്തിന്റെ റേഞ്ച് ഒക്കെ ശ്രദ്ധിക്കുക. അതിലൊരു പ്രചാരണ വശം അയാൾ കുറവായിരുന്നു. ഇപ്പൊ മഹാനായ നമ്മളെ കാവാലം നാരായണ പഠിച്ച നാടകത്ത് മരിച്ചുപോയെങ്കിലും പിന്നെ കാവാലത്തിനോട് ഉണ്ടായിരുന്നൊരു വിമർശനം, അയാൾ ലോകം അറിയപ്പെടുന്ന കുലപതിയാണ് തനത് നാടകവതിയുടെ. പക്ഷെ അതിൽ ചെറിയ വിമർശനം എന്താന്ന് പറഞ്ഞാല് പ്രചാരണ വശം, സാമൂഹ്യ പിന്നെ വശം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ വശം ഉണ്ടാവില്ല. നാടകം വിൽ ബി ഗ്രേറ്റ്, ഭയങ്കരമായിട്ട് നാടകം. തനത് നാടകത്തെ പ്ലേസ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ വളരെ വലുതാണ്. അയാൾ അതിന്റെ സ്ഥാപകനാണ്. ലോകത്തിൽ തന്നെ മലയാളത്തിന്റെ നാടക പാരമ്പര്യത്തെ കൊണ്ടുപോയത് കാവാലാണ്. കൊണ്ടുപോയത് വേറെ ആരുമല്ല കൊണ്ടുപോയത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പിന്നെ 81 ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കൂടെ പോയപ്പോ പിന്നെ അന്ന് പിന്നെ സഫ്തർ ഹാഷ്മിയായിട്ട് പരിചയപ്പെട്ടു. ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും ഒരു പ്രചാരണ നാടകക്കാരനാണ്, തെരുവ് നാടകക്കാരനാണ്. അപ്പോ പിന്നെ ഹാഷ്മി എന്നോട് പറഞ്ഞു, നിങ്ങൾ അയാളുടെ കൂടെ 1 മാസത്തോളം നേപ്പാൾ, സിക്കിം, പിന്നെ ഭൂട്ടാൻ, പിന്നെ ഡൽഹിയിലെ വിവിധ JNU പോലത്തെ വിവിധ യൂണിവേഴ്സിറ്റികൾ, അവിടെയൊക്കെ തന്നെ നാടകം കളിച്ചിട്ടുണ്ടായിരുന്നു. മളയശ്രീ ഹാഷ്മി നമ്മൾ തമ്മിൽ അത് ജീവിതത്തിലെ ഭയങ്കര അനുഭവം. അപ്പൊ അയാളോട് പറഞ്ഞ പിന്നെ നിങ്ങൾക്ക് ഭാവനയുണ്ട്, ഹാഷ്മി എന്നോട് പറഞ്ഞ നിങ്ങൾക്ക് ഭാവനയുണ്ട്, വെറും അഭിനയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്, യു റൈറ്റ്, എഴുതിക്കോന്ന് പറഞ്ഞു. അതും ഭയങ്കര പ്രചോദനമായി. ഒരു വലിയ സർട്ടിഫിക്കറ്റ് ആണ്. ഭയങ്കര ഇന്ത്യയില് ലോകത്ത് അറിയപ്പെടുന്ന ഒരു നാടകക്കാരന്റെ കയ്യിൽ നിന്ന് മാവൂർ വിജയന് കിട്ടുന്ന ഒരു ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്. അതെ അതെ, നിങ്ങൾക്ക് ഭാവനയുണ്ട്. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ റിഹേഴ്സൽ ചെയ്യുമ്പോൾ ഞാൻ നേരിട്ട് പറയില്ല, ഇയാളുടെ സജഷൻ ചോദിച്ചു, സർ വി ക്യാൻ ഡൈവേർട്ട് ദാറ്റ് തിങ് ഇൻ ഈ രൂപത്തിൽ നമുക്കത് മാറ്റിയുടെ. അപ്പോഴാണ് അയാൾ നമ്മളുടെ മനസ്സിന്. പിന്നെ ഞാൻ നാടകങ്ങൾ എഴുതി ഞാൻ തന്നെ. കേരളത്തിൽ സഫ്തർ ഹാഷ്മിയോടൊപ്പം നാടകം ക്യാമ്പ് ചെയ്യാൻ പറ്റിയ ഏക നടൻ താങ്കളാണെന്ന് തോന്നുന്നു. അതെ അതെ അതെ, സഫ്തർ ഹാഷ്മിയുടെ കൂടെ നാടകം കളിച്ച കേരളത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അയാള് പിന്നെ മരിച്ചുപോയി, കൊലപാതകമായിരുന്നു. പക്ഷെ അയാൾ ഭയങ്കര പ്രചോദനാണ്. ജീവിതത്തിൽ അത് മാത്രം മതി ഒരു നാടകക്കാരന്. അതെ 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 അതെ. അത് വെച്ചിട്ട് എന്താ പറഞ്ഞാൽ ഈ പ്രചാരണ നാടകങ്ങൾ, വിഷയങ്ങൾ എടുത്തിട്ട് പിന്നെ നാട്ടിലാകെയുള്ള സാമൂഹ്യ വിഷയങ്ങൾ, സ്കൂളുകളിലെ വിഷയങ്ങൾ, സ്ത്രീ വിഷയങ്ങൾ, ഈ പിന്നെ സാമൂഹ്യമായ ഓരോ വിഷയങ്ങൾ എടുത്തിട്ട് ഞാൻ പ്ലേസ് ആക്കും.
ആ പ്ലേസ് ചിലപ്പോൾ സ്റ്റേജിൽ ചെയ്യണമെന്നില്ല, തറയിൽ ചെയ്യാം, റോഡിൽ ചെയ്യാം. സാധാരണ ആൾക്കാർ എന്നാ റോഡുമ കളിക്കുന്ന ആളെന്നാണ് പിന്നെ വിശേഷണത്തിൽ പറയാം. തെരുവ് നാടകത്തിൽ തെരുവ് നാടകം. മാവൂർ വിജയൻ. അതെ അതെ. തെരുവ് നാടകവും മാവൂർ വിജയനും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? തെരുവ് നാടകവും പിന്നെ ഞാനായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാല് പ്രചാരണ വശത്തിൽ നമ്മുടെ സാമൂഹ്യ പ്രശ്നങ്ങൾ പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. ഇപ്പൊ നമ്മളെ നാട്ടിലാകെ ഇപ്പൊ ഈ സാധനങ്ങളുടെ വില കൂടുന്നതിനെ പറ്റി ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഒരു രാഷ്ട്രീയം ഇല്ലാതെ ആ പ്രശ്നം അവതരിപ്പിച്ചിരുന്നു. അതെന്താ പറഞ്ഞാൽ പച്ചയായി സാധനങ്ങൾ വിഴുങ്ങുന്ന ഒരാൾ, മത്തി, പിന്നെ അയാൾ ആ കഥാപാത്രത്തെ എനിക്ക് കിട്ടിയ നാട്ടിൽ മണ്ടി വരുമോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഓടി വരുന്ന ഒരു കഥാപാത്രമുണ്ട് നാട്ടിലെ വിവിധ സ്ഥലത്ത്. എന്നിട്ട് ഇയാളുടെ ജോലി എന്താ പറഞ്ഞാൽ അയാൾ ആൾക്കാരോട് പറയും ഞാനിതാ പച്ചയായി പിന്നെ മീന്, തേള്, പിന്നെ ഓന്ത് ഈ സാധനങ്ങളൊക്കെ വീഴുകാൻ തോന്നുന്നു. എന്നിട്ട് അയാൾ പറയും ഇതിങ്ങനെ വിഴുങ്ങി ശീലിച്ചാൽ നിങ്ങൾക്കിത് ഭയങ്കര സഹായമായിരിക്കും. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ പിന്നെ അടുക്കള വേണ്ട എന്ന് പറഞ്ഞാൽ ഈ ഇന്ധനം, വിറക്, പെട്രോൾ ഇതൊന്നും വേണ്ട, പിന്നെ വില കൂടിയ സാധനങ്ങളൊന്നും വേണ്ട, പിന്നെ ഫ്രൈ ചെയ്യാൻ വെളിച്ചെണ്ണ തീരെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇയാൾ പിന്നെ വിലക്കയറ്റത്തിന്റെ ഈ സാമൂഹ്യ വശങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനം വളരെ പിന്നെ കാഷ്വലായിട്ട് ആൾക്കാരോട് പറയാ വേണമെങ്കിൽ ജീവിക്കണമെങ്കിൽ വിഴുങ്ങി പഠിച്ചോളൂ, ജീവിക്കണം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ വശം. ഇത് ആൾക്കാരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇൻജെക്ഷൻ കുത്തുന്ന പോലെ കുത്തും ഈ സാധനം. അപ്പൊ ഇത് നാടകത്തിന് മാത്രമേ കഴിയുള്ളൂ. എത്ര നാടകങ്ങൾ ചെയ്തിട്ടുണ്ടാവും തെരുവില്? എൻ്റെ ഒരു 4200, എനിക്ക് ഒരു കണക്കിന് വേണ്ടി എടുത്തു, 4200 4250 പ്രദർശനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനും എൻ്റെ സംഘവും ചെയ്തിട്ടുണ്ട്. എൻ്റെ മാവൂർ നവധാര തിയേറ്റേഴ്സാണ്. പിന്നെ കേരളത്തിലെ വിവിധ സംഘങ്ങൾക്ക് വേണ്ടി, പരിഷത്തിന്റെ ഒക്കെ സംഘങ്ങൾക്ക് വേണ്ടി ഒരു 4200 അവതരണങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെതായി ഒരു 52 നാടകങ്ങളുണ്ട്, സ്ട്രീറ്റ് പ്ലേസ്, വിവിധ വിഷയങ്ങൾ എഴുതിയത്. പിന്നെ എനിക്ക് ചെറുകാടിന്റെ അവാർഡ് കിട്ടിയിരുന്നു 1992. അത് മോഡലുകൾ എന്ന് പറഞ്ഞ ഒരു നാടകത്തിനാണ് കിട്ടിയത്, അവാർഡ് കിട്ടിയത്. അതിനുശേഷം പിന്നീട് പിന്നെ നടൻ എന്ന രൂപത്തിൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ പിന്നെ എക്സിബിഷൻ, കോഴിക്കോട് കോർപ്പറേഷൻ നടത്തുന്ന എക്സിബിഷൻ, പിന്നെ VK കൃഷ്ണമേനോൻ മത്സരം കണ്ണൂര്, ഇതൊക്കെ ബന്ധപ്പെട്ട് നടൻ എന്ന രൂപത്തിൽ സമ്മാനം കിട്ടി. പ്രൊഫഷണൽ നാടകങ്ങളിൽ നിന്ന് മാവൂർ വിജയൻ അകന്നു നിൽക്കാൻ കൃത്യമായൊരു കാരണമുണ്ടായിരുന്നു. കൃത്യമായൊരു കാരണമുണ്ട്. എന്താണ്? അതെന്താ പറഞ്ഞാല് പിന്നെ പ്രൊഫഷണൽ നാടകങ്ങൾ ശരിക്കും നമുക്ക് ഒരു ജോലി പോലെ കൊണ്ടുനടക്കണം. എനിക്ക് വേറെ ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു. ഞാനൊരു ബാങ്കിൽ പിന്നെ ആണ്, ഒരു ദേശവൽകൃത ബാങ്കിൽ ജീവനക്കാരന്. ഇതും എൻ്റെ കലാജീവിതവും നാടക പ്രവർത്തനവും ഒരുമിച്ചാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ പ്രൊഫഷണൽ നാടകത്തോടെ എൻ്റെ സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ട്, രചനകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ പക്ഷെ അതിന് കൂടിച്ചേർന്ന് പോകാൻ ഈ പ്രയാസം ഉണ്ടായിരുന്നു. എൻ്റെ ഔദ്യോഗിക ജീവിതവും അതും തമ്മിൽ സംഭവിക്കാത്ത. അതിൽ സ്ക്രിപ്റ്റ് കൊടുത്തു എന്ന് പറയുന്ന നാടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഫഷണൽ നാടകം വിലങ്ങിൽ നിന്ന് വിലക്കിലേക്ക്. അത് ബീഗം സൈരാ ബാനുവിന്റെ കഥയാണ്. ബീഗം സൈരാ ബാനു സുപ്രീം കോടതിയിൽ ഒരു വിധി ഉണ്ടായിരുന്നു. അത് ശരിക്കും പിന്നെ ഈ ബീഗം സൈരാ ബാനുവിന്റെ കഥ എന്തായിരുന്നു? ഈ കഥ പ്രധാനപ്പെട്ട കഥയാണ്. പിന്നെ ബീഗം സൈരാ ബാനു ജീവിതത്തിൽ പല പ്രയാസങ്ങൾ. ഒരു മുസ്ലിം യുവാവ് ആദ്യം കല്യാണം കഴിക്കുന്നുണ്ട് ബീഗം സൈരാ ബാനുവിനെ. പിന്നെ അയാൾ മൊഴിയൊല്ലി. പിന്നെ ഇത് ഈ മൊഴികൊല്ലലിനെ പറ്റി നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ചർച്ച ഉണ്ടാകുമ്പോഴാണ് ഈ നാടകം വന്നത്. അങ്ങനെ പിന്നെ വീണ്ടും പിന്നെ ഈ ബീഗം സൈരാ ബാനു കല്യാണം കഴിക്കാൻ തയ്യാറായി. ജീവിതത്തിൽ പല പ്രയാസങ്ങളുണ്ടായി. അവളുടെ ഒരു കൂട്ടുകാരി ഒരു 2-3 വർഷത്തിന് ശേഷം ഒരു നഗരത്തിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയി, ഒരു ജോലിക്ക് വേണ്ടി കൂട്ടിക്കൊണ്ടുപോയി. ജോലിക്ക് എന്ന് പറഞ്ഞു, ശരിക്കും പറ്റിക്കുകയായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഹോട്ടലിലാണ് ജോലി എന്ന് പറഞ്ഞു. റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. റൂമിൽ ചെന്ന് റൂം തുറക്കുമ്പോൾ മദ്യക്കുപ്പിയുമായി തന്നെ ആദ്യം വിവാഹം ചെയ്ത ആള് അവിടെ ഇരിക്കുകയാണ്. ഇവളുടെ രോഷം, എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയ ഇയാളാണല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവൾക്ക് ദേഷ്യം പിടിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കുപ്പി പൊട്ടിച്ച് ഇയാളെ കുത്തിക്കൊല്ലുകയാണ്. ആ ഇതിന് ജീവപര്യന്തം ജയിലിൽ പോവാണ് ബീഗം സൈരാ ബാനു. പക്ഷേ ചീഫ് ജസ്റ്റിസ് ദയാഹർജി കൊടുത്തിട്ട് ഇവിടെ പിന്നെ വിടുതൽ വാങ്ങിക്കുകയാണ്, പിന്നെ ജീവപര്യന്തം ജയിലിൽ തന്നെ. എന്നിട്ട് ആദ്യം ബീഗം സൈരാ ബാനു ചെയ്യുന്ന എന്താ പറഞ്ഞാൽ ഈ ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിൽ പോവാണ്. ഒരു മാളിയേക്കൽ എന്ന് പറഞ്ഞ വലിയ തറവാട്ടിലുള്ള പിന്നെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അയാൾ റിട്ടയർ ആയിട്ട്. ഈ ലൈഫാണ് ശരിക്കും നാടകം. എങ്ങനെ ഈ ചീഫ് ജസ്റ്റിസ് ബീഗം സൈരാ ബാനുവായിട്ട് ബന്ധപ്പെടുന്നു. മാളിയേക്കൽ പണ്ട് തറവാട്ടിൽ ഇയാൾ വക്കീൽ ഭാഗത്തിന് പഠിച്ചിരുന്നപ്പോൾ അന്ന് ഒരു ദഫമുട്ടിന്റെ ഒരാളുണ്ടായിരുന്നു. അയാൾക്ക് അവിഹിതം, പിന്നെ അന്ന് കുടുംബങ്ങളിലൊക്കെ വലിയ കുടുംബങ്ങളിൽ, മാളിയേക്കൽ കുടുംബങ്ങളിലൊക്കെ അവിഹിത ഗർഭം ഉണ്ടായാൽ അവിടെയുള്ള പണിക്കാരെയോ അല്ലെങ്കിൽ ദഫ് കളി സംഘത്തിനെ ഏതെങ്കിലും ഒരാളെ ഏൽപ്പിക്കും. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഈ വക്കീൽ, നമ്മൾ ചീഫ് ജസ്റ്റിസ് ആയ വക്കീലിനെ പിന്നെ ഒരു കുട്ടി ഉണ്ടായപ്പോൾ, അവിഹിതമായ കുട്ടി ഉണ്ടായപ്പോൾ അത് പാടെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ദഫുമുട്ടുകാരനെ ഏൽപ്പിക്കുകയാണ്. ആ ദഫുമുട്ടുകാരൻ ഇവിടെയും കൊണ്ട് പോവുകയാണ്, കുറെ പൈസയും കൊടുത്തിട്ട്. അങ്ങനെ ആ ദഫുമുട്ടുകാരന്റെ മകളായിട്ട് ഇവള് വളരെയാണ്. ഈ കഥ മുഴുവൻ
മനസ്സിലാക്കിയ ചീഫ് ജസ്റ്റിസ് ആണ് എന്ന് പറഞ്ഞാൽ എൻ്റെ മകളാണ് ഇവൾ ബീഗം സൈരാബാനോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവളെ ഈ ദയാഹർജിയിൽ നിന്ന് വിടുതൽ ചെയ്യുന്നത്. അങ്ങനെ വളരെ KT മുഹമ്മദിന്റെ കാലത്ത് സംഗീത നാടക അക്കാദമിയിലെ അംഗമായിരുന്നു അതെ താങ്കൾ. അതെ അതെ കേരളത്തിലെ നാടകങ്ങൾക്ക് അല്ലെങ്കിൽ നാടക പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്ന എന്തൊക്കെ തീരുമാനങ്ങളായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ താങ്കളുടെ മനസ്സിൽ സ്വപ്നമായിട്ടുണ്ടായിരുന്നത്? അതെ, KT മുഹമ്മദ് ചെയർമാൻ ആയിട്ടുള്ള പിന്നെ ഇതിൽ 14 അംഗങ്ങളുണ്ടായിരുന്നു. അന്നത്തെ ഓരോ ജില്ലയിൽ നിന്നും 14 അംഗങ്ങളുണ്ടായിരുന്നു. അത് തെരഞ്ഞെടുത്ത ആൾക്കാരായിരുന്നു. ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഇല്ല, കഴിഞ്ഞ പ്രാവശ്യമൊന്നുമില്ല, ഇനി വരാനുള്ള അറിയില്ല. ഓരോ ജില്ലകളിൽ നിന്നും കലാസമിതികളിൽ നിന്ന് തെരഞ്ഞെടുത്ത വളരെ വ്യത്യസ്തമായിരുന്നത് എന്ന് പറഞ്ഞാൽ ആ തെരഞ്ഞെടുത്ത ആൾക്കാരായിരുന്നു പിന്നെ ഈ അക്കാഡമിയുടെ മെമ്പർമാർ. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള പ്രതിനിധിയായിട്ടാണ് എന്നെ തെരഞ്ഞെടുത്തത്. 239 കലാസമിതികളിൽ നിന്ന് അന്നൊരു മത്സരം ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛനേക്കാട്ടിലും കൂടുതൽ വയസ്സുള്ള കൃഷ്ണക്കുറുപ്പ്, വടകരയുള്ള കൃഷ്ണക്കുറുപ്പാണ് എനിക്കെതിരെ മത്സരിച്ചിരുന്നത്. അപ്പോൾ ഒരു 201 വോട്ട് 202 വോട്ട് എനിക്ക് കിട്ടി, അയാൾക്ക് ബാക്കി ചെറുതായി വോട്ടിട്ട് കളിച്ചു. പക്ഷെ അന്ന് പിന്നെ ഈ തെരഞ്ഞെടുപ്പും അക്കാഡമി രൂപീകരണം തന്നെ ശരിക്കും നല്ലൊരു രൂപത്തിലായിരുന്നു. അപ്പം എന്താ പറഞ്ഞാൽ ഈ പിന്നെ ഓരോ ജില്ലയിലുള്ള കലാസമിതി പ്രവർത്തനം സജീവമാവാൻ ഇത് സഹായിച്ചു. നാടകത്തിന് എന്ത് ചെയ്യാൻ പറ്റി? നാടകത്തിന് ചെയ്യാൻ പറ്റിയത്, കേരളത്തിലെ നാടക പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റിയത് നാടകോത്സവങ്ങൾ സംഘടിപ്പിച്ചു. ഓരോ ജില്ലയിലും സംഘടിപ്പിച്ചു. പിന്നെ നാടകത്തിന്റെ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. സ്കൂൾ നാടകങ്ങൾക്കൊക്കെ തന്നെ പിന്നെ വിവിധ സഹായങ്ങൾ കൊടുത്തു. കുട്ടികൾക്ക് അന്നത്തെ അക്കാഡമി ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്പുമായി കൊടുക്കുക. ഇപ്പോൾ താല്പര്യമുള്ള ഓരോ കുട്ടികളുണ്ടാവും. ഇപ്പോൾ പിന്നെ അഭിനയത്തിൽ നടന്റെ പിന്നെ നടീൻ്റെ ഒക്കെ സമ്മാനം മേടിച്ച കുട്ടികൾക്ക് സാമ്പത്തിക സഹായം വരെ അവർക്ക് ട്രെയിനിങ് പോലെ, ഇപ്പോൾ നൃത്ത പരിശീലനം പോലെ തന്നെ നാടകത്തിന്റെ പരിശീലനത്തിനും സ്കോളർഷിപ്പ് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു അന്നത്തെ. വളരെ നാടകത്തെ സംബന്ധിച്ച് വിവിധ കാര്യങ്ങൾ വരാൻ വേണ്ടി കേളി എന്ന് പറഞ്ഞിട്ടൊരു മാസിക ഈ അക്കാഡമിന്റെ ഭാഗമായിട്ട് തന്നെ അതിപ്പോഴും തുടരുന്നു. ഇപ്പോഴും തുടരും. ഒരു ചെറിയ ചോദ്യം കൂടി ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഹസ്സൻ ഔലിയ, താങ്കളുടെ വളരെ പ്രശസ്തമായ ഒരു ഏകാംഗ നാടകത്തിന്റെ സ്ക്രിപ്റ്റാണിത്. വളരെ ചുരുക്കത്തിൽ ഒരു മെസ്സേജ്, എന്താണ് ഈ സ്ക്രിപ്റ്റിന്റെ ഒരു ഇതിവൃത്തം? അത് ഞാൻ ഏകപാത്ര നാടകമായിട്ട് വളരെ സജീവമായി അവതരിപ്പിച്ചാണ്. ഹസ്സൻ ഔലിയ എന്ന് പറഞ്ഞാൽ 250 വർഷം മുമ്പേ ജീവിച്ചിരുന്ന ഒരാളാണ്. പിന്നെ അതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ മഹാന്മാർക്കൊക്കെ ശത്രുക്കൾ ഉണ്ടാകുന്ന പോലെ ഈ ഹസ്സൻ ഔലിയയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. വ്യാഴാഴ്ച ഇയാൾ ആരും കാണൂല, വെള്ളിയാഴ്ച പ്രധാനപ്പെട്ട നിസ്കാര സമയത്ത് പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഈ ആയിരക്കണക്കിന് അനുയായികൾ, ഇത് 250 വർഷം മുമ്പേ നടന്ന കാര്യകഥയാണ്, വെറും കഥയല്ല. അവർ വിചാരിച്ചു ഇയാൾ സ്വർഗത്തിലേക്ക് പോകുന്നു, പിന്നെ പക്ഷേ ചില മഹാന്മാർക്കൊക്കെ നമുക്കറിയുന്ന പോലെ ശത്രുക്കൾ ഉണ്ടാവുമല്ലോ. ഇയാൾക്ക് 5-6 ശത്രുക്കളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ശത്രുവാണ് അഹമ്മദ്. ഈ അഹമ്മദ് എല്ലാവരും ഇയാളെങ്ങനെ ഭയങ്കര വിമിഷ്ടപ്പെടുത്തി കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തം. കണ്ടുപിടിക്കുന്നത് എന്താ പറഞ്ഞാൽ, ഇന്നത്തെ ഒരു സൊസൈറ്റിയുമായി ഈ ഹസ്സൻ ഔലിയ എങ്ങനെ ബന്ധപ്പെടുന്നു പറഞ്ഞാൽ പിന്നെ അത് ഈ കഥാപാത്രം അവസാനം ഇയാൾ തന്നെ പറയുന്നുണ്ട്. ഹസ്സൻ ഔലിയ പോയത് സ്വർഗത്തിലേക്കല്ല, ഈ ഭൂമിയിൽ സ്വർഗം സൃഷ്ടിക്കാൻ ആണ് ഹസ്സൻ ഔലിയ ഓരോ വീടുകൾ പിന്നെ സ്വർഗത്തേക്കാൾ ഉയരത്തിലേക്ക്. അതിന്റെ ക്യാപ്ഷൻ അതാണ്, അതിന്റെ ഹെഡിങ് അതാണ്. അപ്പൊ ഈ ഭൂമിയിൽ തന്നെ നമുക്ക് മനുഷ്യ സ്നേഹം, എല്ലാ മതങ്ങളും അതാണ്. പ്രത്യേകിച്ച് പിന്നെ നമ്മളിപ്പോൾ നോമ്പിന്റെ ഒക്കെ പ്രധാനപ്പെട്ട പറയുന്നത്, എൻ്റെ സുഹൃത്തുക്കളൊക്കെ തന്നെ കൃത്യമായിട്ട് ഞാൻ ഈ കഥ പറയുമ്പോൾ തന്നെ ഇപ്പൊ ഡൽഹിയിൽ കേന്ദ്ര ദൂരദർശന് വേണ്ടിയിട്ട് ഈ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയതായിരുന്നു. PN മേനോൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാതെ തന്നെ വെച്ചിട്ടുള്ള സ്ക്രിപ്റ്റാണ്. അപ്പോൾ എല്ലാ മതങ്ങളും പറഞ്ഞ പോലെ തന്നെ ഇതിലത്തെ പ്രധാനപ്പെട്ട അഹമ്മദ് കണ്ടുപിടിക്കുകയാണ് അവസാനം. പിന്നെ ഹസ്സൻ ഔലിയ ജീവിച്ചത് ഈ ഭൂമിയിൽ സ്വർഗം സൃഷ്ടിക്കാനാണ്, അയാളുടെ മതപരമായ സ്നേഹത്തോടു കൂടി. അപ്പൊ എല്ലാ മതങ്ങളുടെ അടിസ്ഥാനം സ്നേഹമാണ് എന്ന് പറയുന്ന രത്നച്ചുരുക്കാണ് ഹസ്സൻ ഔലിയയിൽ കൂടെ അവതരിപ്പിക്കുന്നത്. മാവൂർ വിജയൻ വളരെ സജീവമായ നാടക പ്രവർത്തനങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു ജീവിതമാണ്. ആക്ടിവിസം, നാടകത്തിലെ തിയേറ്റർ ആക്ടിവിസം കൊണ്ട് അറിയപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ്. സ്വർഗത്തേക്കാൾ ഉയരത്തിൽ നാടകം കൊണ്ടും ജീവിതം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ജീവിതം അടയാളപ്പെടട്ടെ എന്ന് റയ്യാൻ റമളാനിൻ്റെ ഈ സെഗ്മെൻറ്റ് അവസാനിക്കുമ്പോൾ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും റയ്യാൻ റമളാനിൻ്റെ റംസാൻ മുബാറക്. അസ്സലാമു അലൈക്കും. റയ്യാൻ റമളാനിലേക്ക് സ്വാഗതം.
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. കലിമത്ത് തൗഹീദിന്റെ നിറവിന്റെ ഭാഗമാണ് റമദാൻ. റമദാനിന്റെ മഗ്ഫിറത്തും റഹ്മത്തും നരകമോചനവും തേടിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം മജ്ലിസ് റയ്യാനിലെ ആദ്യത്തെ ചോദ്യം. പതിവ് പോലെ ടീം എയോട്. ടീം എ റെഡിയല്ലേ? ചോദ്യം ഇതാ: അവർക്ക് കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തിക്കൊടുക്കുക. എന്താണ് ഈ ഖുർആനിക വചനത്തിന്റെ താല്പര്യം? മാതാപിതാക്കളോട് കാരുണ്യത്തോടെ പെരുമാറുക. മാതാപിതാക്കളോട് കാരുണ്യത്തോടെ വർത്തിക്കുക. ഉത്തരം ശരിയാണ്. ടീം എ 1 പോയിന്റ് നേടിയിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ടീം ബി, നിങ്ങൾക്കുള്ള ചോദ്യം ഇതാ: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ മല നമ്മെ സ്നേഹിക്കുന്നു, നാം അതിനെയും സ്നേഹിക്കുന്നു. ഈ മല ഏത്? മദീനയിലെ ഉഹദ് മല. മദീനയിലെ ഉഹദ് മല. ഉത്തരം ശരിയാണ്. ടീം ബി 1 പോയിന്റ് നേടിയിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം എയോട് തന്നെയാണ്. ടീം എ ശ്രദ്ധിച്ചോളൂ. ഭൂമിയിലെ ആദ്യത്തെ കൊലയാളി ആരാണ്? ഹാബിൽ. ഉത്തരം ശരിയാണ്. ടീം എ 2 പോയിന്റ് നേടിയിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം ബിയോട് തന്നെയാണ്. ടീം ബി ശ്രദ്ധിച്ചോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ ആരുടെ മകളാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉത്തരം ശരിയാണ്. ടീം ബി 2 പോയിന്റ് നേടിയിരിക്കുന്നു. അങ്ങനെ ഈ സെഗ്മെന്റിൽ ഇരു ടീമുകളും 2 പോയിന്റ് വീതം നേടിക്കൊണ്ട് വിജയികളായിരിക്കുകയാണ്. ഒരു നല്ല ഗാനം ആസ്വദിച്ചുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിക്കാം. അഷ്ടിക്കു വകനേ